ഹായ് ഫ്രണ്ട്സ്, LPG 100 രൂപ കുറച്ചു. വനിതാ ദിനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക പരിഗണന. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു ഇത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് എന്ന്. കൊള്ളാം. 500 രൂപയോളം സബ്സിഡി കിട്ടിയിരുന്ന LPG സബ്സിഡിയെ എടുത്തു മാറ്റിയിട്ട് ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോൾ 100 രൂപ കുറച്ചു. എന്നിട്ട് പറയുന്നു സ്ത്രീ ശാക്തീകരണമാണ് എന്ന്. മനുഷ്യന്റെ കണ്ണി പൊടിയുടെ അല്ലാതെ ഒരുപക്ഷെ നരേന്ദ്ര ദാമോദർ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയ ജനദ്രോഹ നടപടി എന്ന് പറയുന്നത് സബ്സിഡികൾ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അവശ്യ വസ്തുക്കളുടെ ഉദാഹരണം LPG നമ്പർ 1. പിന്നെ വളം സബ്സിഡി എടുത്തു കളഞ്ഞു എന്നുള്ളത് കാർഷിക മേഖലയെ ഒരുപാട് പ്രതികൂലമായി ബാധിക്കുന്നു. 1 കിലോ പൊട്ടാഷ്യം 35 രൂപ. യൂറിയയ്ക്ക് ഒഴിച്ച് മറ്റൊരു വളത്തിനും കാര്യമായ സബ്സിഡി ഇല്ല. എന്നുപോലെ കർഷകന് ഉത്പാദന ചെലവ് വളരെയധികം കൂടുന്നു, ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നു. പ്രത്യേകിച്ചും സീസണൽ ക്രോപ്സ്. വാഴക്കൊലയൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട. ഏത്തക്കൊലയെ കൊണ്ട് കൊടുത്ത കിലോ 25 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് അവനെ ഉൽപാദന ചെലവ് പോലും വഹിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ കർഷകൻ മുമ്പോട്ട് പോകും? സബ്സിഡികൾ എടുത്തു കളഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ ജനദ്രോഹ നടപടി തന്നെയാണ്. അതിലെല്ലാം ഉപരി ഈ 100 രൂപ വില കുറച്ചത് ചുമ്മാതെ കുറച്ചതല്ല. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ഏകീകരണം ഗവൺമെന്റിനെ വല്ലാതെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇലക്ഷൻ അടുത്തപ്പോഴേക്കും സൗജന്യങ്ങൾ ഓരോന്നോരോന്നായി വാരി വിതറുന്നത്. പക്ഷെ നമ്മൾ ഓർക്കുക, സാധാരണക്കാരന്റെ ജീവിതം പല വിധത്തിലും കഷ്ടത്തിലാണ്. അത് മാറ്റുവാൻ ഈ 100 രൂപ വിലക്കുറവുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ശേഷം കാത്തിരുന്ന് കാണാം.